ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ അനുഷ്ഠാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച അനുഷ്ഠാനത്തിൽ പവിത്രക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ആധ്യാത്മിക പൂർണ്ണത നിറഞ്ഞ ഒരു പ്രതീകമാണ് പവിത്രക്കെട്ട്. പവിത്രത അഥവാ സംശുദ്ധതയെ ഏറ്റവും അനുയോജ്യമായുള്ള രീതിയിൽ പ്രതീകവൽക്കരിച്ചിരിക്കുകയാണ് പവിത്രക്കെട്ടിലൂടെ. പാവത്വം അഥവാ പരിപാവനത്വം ഉള്ളതാണ് പവിത്രം. ഇതിൽ വം എന്നുള്ളതായിരിക്കുന്ന അക്ഷരം മന്ത്രശാസ്ത്രത്തിൽ അമൃതതത്വത്തിൻ്റെ സ്വരൂപമാണ്. താന്ത്രിക യോഗശാസ്ത്രത്തിൽ വകാരം മൂലാധാരം എന്ന ചക്രത്തിലെ ഒരു ഇതളാണ്. താന്ത്രിക യോഗശാസ്ത്ര പ്രകാരം സഹസ്രാരത്തിൽ നിന്നുമുള്ളതായിരിക്കുന്ന അമൃത് ഇട പിംഗള എന്നീ 2 നാഡികൾ വഴി മൂലാധാരത്തിലേക്ക് പ്രവഹിക്കുകയും കുണ്ഡലിനി ശക്തി ഇത് കുടിച്ച് മയങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ ഈ നാഡികൾ തടയുമ്പോൾ മധ്യഭാഗത്തിലുള്ളതായ കുണ്ഡലിനി ശക്തി മേൽപോട്ട് കുതിക്കുകയും അങ്ങനെ സഹസ്രാരത്തിൽ ചെന്ന് അമൃത് നുണയുകയും ചെയ്യുന്നു. തന്നിലൂടെ ഉണർന്ന് തന്നിലൂടെ ഉയർന്ന് തന്നിൽ തന്നെ ഒന്ന് ചുറ്റി ഒന്ന് പിണഞ്ഞ് വീണ്ടും തന്നിലൂടെ മുകളിലേക്ക് ഉയരുന്നതായ കുണ്ഡലിനി ശക്തിയുടെ സ്വഭാവമാണ് പവിത്രക്കെട്ടിലൂടെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. 8 എന്നുള്ളതായ സംഖ്യയെ രേഖപ്പെടുത്തുന്നത് പോലെയാണ് പവിത്രക്കെട്ട് രൂപവൽക്കരിച്ചിരിക്കുന്നത്. പവിത്രക്കെട്ട് ഉണ്ടാക്കുവാൻ യുക്തമായ ദ്രവ്യമായി ദർഭയെയാണ് ഉപയോഗിക്കുന്നത്. പൂജാതി കർമ്മങ്ങൾക്ക് കുണ്ഡലിനിയുടെ ഉണർവിലൂടെ അമൃത് നേടിയാലുള്ള മഹിമയെ കർമ്മസ്വരൂപമായ കൈവിരലുകളിൽ പ്രതീകവൽക്കരിച്ച് ബന്ധിക്കുമ്പോൾ അത് ഉപാസകന്റെ പവിത്രധാരണമാകുന്നു. സൃഷ്ടിയുടെ പ്രതീകമായി വ്യാഖ്യാനിക്കാവുന്ന പവിത്രക്കെട്ടിനെ ശരീരശാസ്ത്രപരമായി നോക്കിയാൽ ശരീരത്തിലെ രക്തചംക്രമണത്തിൻ്റെ ആകൃതിയാണെന്ന് കാണാം. പൂജാതി കർമ്മങ്ങൾക്ക് മുമ്പേ ദർഭപ്പുല്ലുകൾ കൂട്ടിക്കെട്ടി പവിത്രമോതിരമായി വിരലിൽ അണിയാറുണ്ട്. നമ്മുടെ ജീവിതം തന്നെ ഒരു പവിത്രക്കെട്ടാണെന്ന് ദ്യോതിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ എല്ലാ പൂജാതി കർമ്മങ്ങളുടെ അവസാനം പവിത്രക്കെട്ട് മോതിരം അഴിച്ചാണ് കളയുന്നത്. ഓരോ ജന്മത്തിലൂടെയും നാം ചെയ്യുന്നതായ കർമ്മങ്ങൾ ഉപാസനയായി മാറ്റാമെങ്കിൽ ഉപാസനയ്ക്ക് ശേഷം ജീവന് തൻ്റെ കർമ്മമാകുന്ന കെട്ടിനെ അഴിച്ചു കളയാവുന്നതാണ്. അങ്ങനെ ആദിയുടെ ബ്രഹ്മത്തിലേക്ക് അദ്വൈതമായ ജീവാത്മാ പരമാത്മാഭാവത്തിലേക്ക് ഉപാസകൻ തിരികെ എത്തുകയും ചെയ്യുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.